Hi everyone, ഞാൻ റഫീഖ സിറ്റി. വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ കുറച്ച് ടോപ്പിക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നീ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തേത് ഫിനാൻസ് ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അനലൈസിസിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് പ്രൊജക്റ്റ് ടോപ്പിക്കിൻ്റെ ഹെഡ് വരുന്നത് അല്ലെങ്കിൽ ടൈറ്റിൽ വരുന്നത് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെയും സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, അതാണ് ഒന്നാമത്തെ ടോപ്പിക്ക്. ദെൻ സെക്കൻഡ് ടോപ്പിക്ക് ബേസ്ഡ് ഓൺ റിസ്ക് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ടോപ്പിക്ക് വരുന്നത്. ദാറ്റ് ഈസ് റോൾ ഓഫ് ഇൻഷുറൻസ് ഇൻ മിറ്റിഗേറ്റിംഗ് ബിസിനസ് റിസ്ക്സ്. ഓക്കെ, ദെൻ തേർഡ് ടോപ്പിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ടോപ്പിക് എന്താണ്, എ കേസ് സ്റ്റഡി ഓൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് എ സ്പെസിഫിക് കമ്പനി. അപ്പോൾ ഇതൊരു സ്പെസിഫിക് കമ്പനിയിൽ പോയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഏത് കമ്പനിയിലാണോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനി നെയിമാണ് ഇവിടെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, എ കേസ് സ്റ്റഡി ഓൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ABC ലിമിറ്റഡ്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് പ്രാക്ടീസസ് ഇൻ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, SME. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. ദ നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ കമ്പനീസ് പെർഫോമൻസ് ആൻഡ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഫിൻടെക് ഇന്നോവേഷൻസിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഫിൻടെക് ഇന്നോവേഷൻസ് ഇൻഫ്ലുവൻസ് ഓഫ് ഡിജിറ്റൽ ബാങ്കിങ് ഓൺ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്. അപ്പോൾ മെർജേഴ്സും അക്വിസിഷനും ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് എ സ്റ്റഡി ഓൺ വാല്യൂ ക്രിയേഷൻ ഇൻ മെർജേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രിപ്റ്റോ കറൻസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് അസോസിയേറ്റഡ് റിസ്ക് ആണ്. അപ്പോൾ ടോപ്പിക്ക് എങ്ങനെ കൊടുക്കാം നമുക്ക്, ദാറ്റ് ഈസ് എ സ്റ്റഡി ഓൺ ക്രിപ്റ്റോ കറൻസി ആൻഡ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് അസോസിയേറ്റഡ് റിസ്ക്സ്. ദ നെക്സ്റ്റ് ടോപ്പിക്ക് മൈക്രോ ഫിനാൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ദി റോൾ ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻ പോവർട്ടി അലിവിയേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ടോപ്പിക്ക് എങ്ങനെ എഴുതാം നമുക്ക്, ദാറ്റ് ഈസ് റോൾ ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻ പോവർട്ടി അലിവിയേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് 10th ടോപ്പിക്ക് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇൻ സ്റ്റാർട്ടപ്സ്, എ സ്റ്റഡി ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇൻ സ്റ്റാർട്ടപ്സ്. നെക്സ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസിസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ പ്രെഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ് യൂസിങ് ടെക്നിക്കൽ അനലൈസിസ് ടൂൾസ്. നെക്സ്റ്റ് ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എ സ്റ്റഡി ഓൺ ലോൺ ഡിഫോൾട്ട് പ്രിഡിക്ഷൻ മോഡൽസ്. നെക്സ്റ്റ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ സ്റ്റഡി ഓൺ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയർ. നെക്സ്റ്റ് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഫോർ കോർപ്പറേറ്റ് ഫേംസ്, എ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഫോർ കോർപ്പറേറ്റ് ഫേംസ്. നെക്സ്റ്റ് ടോപ്പിക്ക് പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ മില്ലേനിയൽസ്. ദ നെക്സ്റ്റ് ടോപ്പിക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദ നെക്സ്റ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് എ സ്റ്റഡി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേഷൻ ടെക്നിക്സ് ഇൻ എ സ്പെസിഫിക് ഇൻഡസ്ട്രി. അപ്പോൾ ഇവിടെയും നമ്മളൊരു കമ്പനിയിലാണ് ചെയ്യുക, അപ്പോൾ കമ്പനീൻ്റെ നെയിം കൊടുക്കുക. ദ നെക്സ്റ്റ് ബ്ലോക്ക് ചെയിൻ ഇൻ ഫിനാൻസ് ആണ്. ദാറ്റ് ഈസ് ബ്ലോക്ക് ചെയിൻ ഇൻ ഫിനാൻസ് ട്രാൻസ്ഫോമിംഗ് പേയ്മെൻറ്റ് സിസ്റ്റംസ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. നെക്സ്റ്റ് ടോപ്പിക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എ സ്റ്റഡി ഓൺ അസസിംഗ് ദി ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസീസ്. ദ നെക്സ്റ്റ് 20th ടോപ്പിക്ക് പറയുന്നത് ടാക്സ് പ്ലാനിംഗ് സ്ട്രാറ്റജീസ് ആണ്. ടാക്സ് പ്ലാനിംഗ് സ്ട്രാറ്റജീസ്, കോർപ്പറേറ്റ് ടാക്സ് സേവിങ്സ് മെത്തേഡ്സ് ആൻഡ് കംപ്ലൈൻസ് ചാലഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റ് ടോപ്പിക്സ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ദെൻ അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ്
പ്രൊജക്റ്റ് ടോപ്പിക്സുകൾ നോക്കാം. ദാറ്റ് ഈസ് ഒന്നാമത്തെ ടോപ്പിക്ക് എംപ്ലോയി എൻഗേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ദി സ്ട്രാറ്റജീസ് ഫോർ ബൂസ്റ്റിംഗ് വർക്ക് പ്ലേസ് പ്രൊഡക്ടിവിറ്റി. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ടോപ്പിക്ക് പെർഫോമൻസ് അപ്രൈസലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. അപ്പോൾ ടോപ്പിക്ക് എങ്ങനെ കൊടുക്കുക? എ സ്റ്റഡി ഓൺ എഫക്റ്റീവ്നെസ് ആൻഡ് എംപ്ലോയി മോട്ടിവേഷൻ. എ സ്റ്റഡി ഓൺ എഫക്റ്റീവ്നെസ് ആൻഡ് എംപ്ലോയി മോട്ടിവേഷൻ. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ കമ്പനിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കമ്പനി നെയിം കൊടുക്കണം. ഇപ്പോൾ ഫിനാൻസിൽ നമ്മൾ അങ്ങനെ ഒരുപാട് കമ്പനി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ കണ്ടു അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് വർക്ക് ലൈഫ് ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ടോപ്പിക്ക് എന്താണ്? എ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിട്ടൻഷൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എ പെർട്ടിക്കുലർ കമ്പനി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ്. എ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എ പെർട്ടിക്കുലർ കമ്പനി. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജീസിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജീസ്, ട്രെൻഡ്സ് ആൻഡ് ചലഞ്ചസ് ഇൻ ടാലൻറ്റ് അക്വിസിഷൻ. Okay, a study based on the trends and challenges in talent acquisition with a special reference to a particular company. The next topic HR analytics നെ ബേസ് ചെയ്തിട്ടാണ്. That is data driven decision making in HR management. ഇപ്പോൾ നമുക്ക് ടോപ്പിക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റഡീസ് ബേസ്ഡ് ഓൺ ദി ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ HR മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എ പെർട്ടിക്കുലർ കമ്പനി കൊടുക്കുക. ദ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ആണ്. അപ്പോൾ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷനിൽ മാനേജിങ് മൾട്ടി കൾച്ചറൽ വർക്ക് ഫോഴ്സ്. ഓക്കെ. ദ നെക്സ്റ്റ് എംപ്ലോയി വെൽഫെയർ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ എ സ്റ്റഡി ഓൺ എംപ്ലോയി വെൽഫെയർ പ്രോഗ്രാംസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എ പെർട്ടിക്കുലർ കമ്പനി നെയിം നമ്മൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്താണ്? എ സ്റ്റഡി ഓൺ എംപ്ലോയി വെൽഫെയർ പ്രോഗ്രാംസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്ക്. അപ്പം എ സ്റ്റഡി ഓൺ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് ഹൗ ലീഡർഷിപ്പ് affects team performance. Okay. Then next remote work policies ആണ്. That is a study on challenges and benefits of hybrid work models with a special reference to ഒരു കമ്പനി നെയിമും കൊടുക്കാം. നെക്സ്റ്റ് എംപ്ലോയി റിട്ടൻഷൻ സ്ട്രാറ്റജി ആണ്. അപ്പോൾ എംപ്ലോയി റിട്ടൻഷൻ സ്ട്രാറ്റജീസ് റെഡ്യൂസിങ് ടേൺ ഓവർ ഇൻ IT കമ്പനീസ്. ദ നെക്സ്റ്റ് സക്സഷൻ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് പ്രിപ്പയറിംഗ് ഫ്യൂച്ചർ ലീഡേഴ്സ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ. ദ നെക്സ്റ്റ് HR മെട്രിക്സ് ആൻഡ് അനലിറ്റിക്സ്. അതിൽ വരുന്നത് യൂസിങ് ഡാറ്റ ടു ഇംപ്രൂവ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പെർഫോമൻസ്. നെക്സ്റ്റ് കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പോൾ നമുക്ക് ടോപ്പിക്ക് എങ്ങനെ കൊടുക്കാം? എ കമ്പാരറ്റീവ് അനലൈസിസ് ഓഫ് ഇൻഹൗസ് വേഴ്സസ് ഔട്ട്സോഴ്സ്ഡ് ട്രെയിനിങ്. ഓക്കെ. ദ നെക്സ്റ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് രീതിയിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ടോപ്പിക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ സ്റ്റഡി ഓൺ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എമംഗ് എംപ്ലോയീസ്. അപ്പം നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ദാറ്റ് ഈസ് ഇമ്പാക്ട് ഓഫ് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ ഓൺ എംപ്ലോയി ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ എംപ്ലോയി ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ മുകളിൽ റിവാർഡ് റെക്കഗ്നീഷൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? അതേപോലെ തന്നെ നമുക്ക് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് വെച്ചിട്ട് പറയാം. അതായത് കൂടുതൽ കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് എംപ്ലോയീസിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷനെ ബാധിക്കുന്നുണ്ടോ? ട്രെയിനിങ് നൽകുമ്പോൾ എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് ഏരിയ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ദി ടെക്നിക്സ് ഫോർ റിസോൾവിംഗ് വർക്ക് പ്ലേസ് ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി വേരിയസ് ടെക്നിക്സ് ഫോർ റിസോൾവിംഗ് വർക്ക് പ്ലേസ് ഡിസ്പ്യൂട്ട്സ്. ദ നെക്സ്റ്റ് HR പോളിസീസ് ആൻഡ് കംപ്ലൈൻസസ് ആണ്. നാവിഗേറ്റിംഗ് ലേബർ ലോസ് ഇൻ എ സ്പെസിഫിക് കൺട്രി. നെക്സ്റ്റ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് ആണ്. ഡെവലപ്പിംഗ് ഹൈ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ഫോർ ലീഡർഷിപ്പ് റോൾസ്. നെക്സ്റ്റ് എംപ്ലോയർ ബ്രാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഹൗ കമ്പനീസ് അട്രാക്ട് ടോപ്പ് ടാലൻറ്റ് ത്രൂ ബ്രാൻഡിങ്. അപ്പോൾ എ സ്റ്റഡി ഓൺ എംപ്ലോയർ ബ്രാൻഡിങ് ആൻഡ് ഹൗ കമ്പനീസ് അട്രാക്ട് ടോപ്പ് ടാലൻറ്റ് ത്രൂ ബ്രാൻഡിങ്. ദെൻ നെക്സ്റ്റ് HR ഓട്ടോമേഷൻ ആണ്. ദാറ്റ് ഈസ് HR ഓട്ടോമേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ടെക്നോളജി ഫോർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പേറോൾ പ്രോസസ്സസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റ് ടോപ്പിക്സ് നോക്കാം. അപ്പോൾ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്.
അപ്പോൾ സോഷ്യൽ മീഡിയാസ് റോൾ ഇൻ ബ്രാൻഡ് ബിൽഡിംഗ്, എ സ്റ്റഡി ഓൺ സോഷ്യൽ മീഡിയാസ് റോൾ ഇൻ ബ്രാൻഡ് ബിൽഡിംഗ്. നമുക്ക് ജനറലായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. ദെൻ നെക്സ്റ്റ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ദാറ്റ് ഈസ് എ സ്റ്റഡി ഓൺ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പർച്ചേസ് ഡിസിഷൻ ഇൻ ദി ഡിജിറ്റൽ ഇറ. The next, brand loyalty, a study based on the strategies to retain customer in a competitive market. Okay. The next, green marketing in base ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദാറ്റ് ഇസ് ഗ്രീൻ മാർക്കറ്റിംഗ്, കൺസ്യൂമർ പെർസെപ്ഷൻ ആൻഡ് ബിസിനസ് സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് റീറ്റെയിൽ മാർക്കറ്റിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് എ സ്റ്റഡി ഓൺ ഇമ്പാക്ട് ഓഫ് ഇൻസ്റ്റോർ പ്രൊമോഷൻസ് ഓൺ കസ്റ്റമർ പർച്ചേസ് ബിഹേവിയർ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലോഞ്ച് സ്ട്രാറ്റജീസ്, എ കേസ് സ്റ്റഡി ഓൺ എ സക്സസ്ഫുൾ ഓർ ഫെയിൽഡ് പ്രൊഡക്റ്റ്. ഇപ്പോൾ ടോപ്പിക്ക് ഇതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും കേട്ടോ. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ലോഞ്ച് സ്ട്രാറ്റജീസ്, എ കേസ് സ്റ്റഡി ഓൺ എ സക്സസ്ഫുൾ ഓർ ഫെയിൽഡ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് സർവീസ് മാർക്കറ്റിംഗ്. സർവീസ് മാർക്കറ്റിംഗിൽ വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻ ദി സർവീസ് ഇൻഡസ്ട്രി, എ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻ ദി സർവീസ് ഇൻഡസ്ട്രി. ടോപ്പിക്ക് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ എ സ്റ്റഡി ഓൺ സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻ ദി സർവീസ് ഇൻഡസ്ട്രി, അങ്ങനെയും കൊടുക്കാം. ദ നെക്സ്റ്റ് എട്ടാമത്തെ ടോപ്പിക്ക് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. കണ്ടന്റ് മാർക്കറ്റിംഗ്, ഹൗ സ്റ്റോറി ടെല്ലിംഗ് ഡ്രൈവ്സ് ബ്രാൻഡ് എൻഗേജ്മെന്റ്. നെക്സ്റ്റ് മാർക്കറ്റ് സെഗ്മെന്റേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ടാർഗറ്റിംഗ് സ്പെസിഫിക് ഡെമോഗ്രാഫിക്സ് ഫോർ ബെറ്റർ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ദ നെക്സ്റ്റ് ഇ കൊമേഴ്സ് മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഇ കൊമേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ദെൻ ഇ കൊമേഴ്സ് മാർക്കറ്റിംഗ്, അതിൻ്റെ ഗ്രോത്ത് ഡ്രൈവേഴ്സ് ആൻഡ് കസ്റ്റമർ റിട്ടൻഷൻ സ്ട്രാറ്റജീസ്. ഇ കൊമേഴ്സ് മാർക്കറ്റിങ്ങിൻ്റെ ഗ്രോത്ത് ഡ്രൈവേഴ്സും കസ്റ്റമർ റിട്ടൻഷൻ സ്ട്രാറ്റജീസ് ആണ്. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാംസ്, ഇമ്പാക്ട് ഓൺ റിപ്പീറ്റ് പർച്ചേസ് ഇൻ റീറ്റെയിൽ ബിസിനസ്സസ്. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, how influencer marketing drives brand awareness. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഇമ്പാക്ട് ഓഫ് ഓൺലൈൻ റിവ്യൂസ് ഓൺ ബൈയിങ് ബിഹേവിയർ. നെക്സ്റ്റ് ബ്രാൻഡ് റിപ്പൊസിഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ബ്രാൻഡ് റിപ്പൊസിഷനിങ്, സക്സസ് സ്റ്റോറീസ് ഓഫ് കമ്പനീസ് ദാറ്റ് റീബ്രാൻഡഡ് എഫക്റ്റീവ്ലി. നെക്സ്റ്റ് സർവീസ് ക്വാളിറ്റി മാനേജ്മെന്റ്, എൻഹാൻസിങ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇൻ ദി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. നെക്സ്റ്റ് പ്രൊഡക്റ്റ് പാക്കേജിംഗ്, how design influences consumer preferences. Next, event marketing, a case study of a successful brand sponsored event. The next, digital advertising, effectiveness of pay-per-click campaigns. Effectiveness of pay-per-click campaigns. The next, rural marketing strategies, approaches for product penetration in rural areas. Next, sustainability marketing, പ്രൊമോട്ടിംഗ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ത്രൂ ഗ്രീൻ ബ്രാൻഡിങ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കറ്റിങ്ങിൽ വരുന്ന പ്രൊജക്റ്റ് ടോപ്പിക്സ്. അപ്പോൾ ഇതിൽ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്യാം. പക്ഷേ നമ്മളവിടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഒന്ന് നമുക്ക് ഡാറ്റ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. നമുക്ക് ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്സോ മാഗസിൻസോ ന്യൂസ് പേപ്പറോ ഒക്കെ റെഫർ ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കിട്ടുന്നതാണോ എന്നുള്ളത് നോക്കണം. രണ്ടാമത്തത് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യർ തയ്യാറാക്കാൻ ഈസി ആണോ എന്ന് നോക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യർ തയ്യാറാക്കണം. അപ്പോൾ ക്വസ്റ്റ്യർ തയ്യാറാക്കാനായിട്ട് ഈസി ആണോ നോക്കുക. പിന്നെ ഓരോ ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കുക. ഇപ്പോൾ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ദെൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതിന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, അതിൻ്റെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. രണ്ടാമത്തത്, നമുക്ക് ക്വസ്റ്റ്യർ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. മൂന്നാമത്തത്, നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. ഓക്കെ.